നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കഴിഞ്ഞയാഴ്ചയാണ് വിധി വന്നത്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഡിസംബർ 8-ന് വിധി വന്നത്. കുറ്റവിമുക്തൻ ആയതിന് പിന്നാലെ മുൻ ഭാര്യ മഞ്ജുവിനെതിരെയും അന്ന് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ദിലീപ് ഉന്നയിച്ചതും. ദിലീപ് കുറ്റവിമുക്തന് പിന്നാലെ അമ്മ സംഘടനയിലും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് അമ്മയുടെ പ്രതികരണം. കോടതി വിധിയെ ബഹുമാനിക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു. ഇപ്പോൾ അമ്മയിലേക്ക് വീണ്ടും തിരിച്ചെടുക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് സംഘടന നടക്കുന്നത് എന്നതാണ് സൂചന. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ അമ്മ സംഘടനയിൽ നിന്നും ഫെഫ്കയിൽ നിന്നും എല്ലാം ദിലീപിനെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇന്നലെ വിധി വന്നതിന് പിന്നാലെ ദിലീപിന്റെ അമിതാവേശത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണ് ഇനി അടുത്ത നടപടികൾ എന്താകും എന്നുള്ളത്. മലയാള സിനിമയുടെ ഏകാധിപതിയായി ദിലീപ് തിളങ്ങുന്ന കാലത്താണ് കേസിൽപ്പെട്ട് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത്. അതിന്റെ ആദ്യപടി തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് പോലീസിനെതിരെ അന്വേഷണത്തിനു വേണ്ടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നടൻ. മഞ്ജു വാര്യരും പോലീസും ചേർന്ന കള്ളനാണ് തന്നെ എന്ന് ഈ കേസിൽപ്പെടുത്തിയത് എന്നായിരുന്നു കുറ്റവിമുക്തന് പിന്നാലെ ദിലീപിന്റെ ആരോപണം. ഇപ്പോൾ അതിന്റെ പേരിൽ കേസുമായി മുന്നോട്ടു പോകാനാണ് നടൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ വിധിക്ക് പിന്നാലെ അപ്പീൽ പോകാനാണ് സർക്കാരിന്റെ നീക്കം. സർക്കാർ എപ്പോഴും അതിജീവിക്ക് ഒപ്പമാണ്. അവർക്ക് പൂർണ്ണനീതി ലഭിക്കണമെന്നാണ് സർക്കാർ ആവശ്യമെന്നും ഡിജിപിയുമായി സംസാരിച്ച് നീതിന്യായ വിശദമായി പഠിച്ച ശേഷം അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു.